കുത്തിത്തിരിപ്പുകാരായ മെത്രാന്മാരും സഭാധ്യക്ഷന്മാരും കേൾക്കുവാൻ ഒരു കുഞ്ഞാട് പറയുന്നത് കേൾക്കുക. ഇന്ന് ക്രൈസ്തവ സഭകൾ എന്ന് ഇവർ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം പരിധിയില്ലാത്ത സമ്പത്തും സഭാ നേതൃത്വങ്ങളുടെ ഈ സമ്പത്തിനോടുള്ള ആർത്തിയുമാണ്. ഈ ആർത്തി കൊണ്ടാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം സഹോദരന്റെ പള്ളി പിടിച്ചു പറിക്കുവാൻ നോക്കുന്നതും CSI ദക്ഷിണ കേരള മഹായിടവകയിൽ സഭാധ്യക്ഷൻ കോഴക്കേസിൽ ED കേസിൽ പ്രതിയായതും സഭയ്ക്കുള്ളിൽ അന്തഛിദ്രമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന നടത്തണമെന്ന തർക്കം കത്തോലിക്ക സഭയിൽ തുടരുന്നതും തൃശൂർ അതിരൂപതയിലെ എൽത്തുരുത്ത് ആശ്രമപ്പള്ളിയെ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നതുമെല്ലാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയ എൽത്തുരുത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ട് സീറോ മലബാർ സഭയുടെ ഇരിങ്ങാലക്കുട രൂപതയിലെ ജോർജ് എന്നൊരു വിശ്വാസി ITV ന്യൂസിൽ വിളിച്ചത് കേൾക്കുക. ഇത് സഭയിലെ എല്ലാ മെത്രാമോന്മാരും കേൾക്കണം. നല്ലൊരു ശതമാനം വിശ്വാസ സമൂഹത്തിന്റെയും ഒരു ചിന്താഗതിയാണിത്. എൻ്റെ പേര് ജോർജ്. ഞാൻ നിങ്ങളുടെ യൂട്യൂബിൽ ഈ വാർത്ത കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ ഇന്നലെ മറ്റേ എൽത്തുരുത്ത് പള്ളീനെ പറ്റിയിട്ടതേ ഞാൻ പറയാൻ കാരണം ഞാൻ പറയും, ഈ തൃശ്ശൂർ ഞാൻ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങളുടെ രൂപത ഞാരക്കൊണ്ട രൂപതയുടെ ഇതിലുള്ളത്. ഞാൻ കുറച്ചു കാലം കണ്ട് മറ്റേ ദീപ്തി സ്കൂളിലൊക്കെ എന്താ പോകാൻ പറ്റുക. ഈ ആശ്രമം വൈദികർ എന്തെങ്കിലും ചെയ്യുന്ന ഈ തൃശ്ശൂർ പിതാവിന് ഇപ്പൊ ഈ ആൻഡ്രൂസ് പിതാവ് വന്നേ പിന്നെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെയും തല്ലിപ്പിരിച്ചുണ്ടാകാന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞ നമ്മള് നല്ലോണം പോണ ഇപ്പൊ ആശ്രമം ഇപ്പം ഇവിടെ പള്ളിക്കുന്ന് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ഒരു ആശ്രമമുണ്ട്. അവിടെ രൂപതയുടെ പോലെ അമ്പഴക്കാടുണ്ട്, ഈ തലൂരുണ്ട്, ഇപ്പൊ ഈ എൽത്തുരുത്ത്. ഇതൊക്കെ ഈ പിതാവ് ജനങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ഇവരൊക്കെ തല്ലിപ്പിരിക്കാൻ നോക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കാണുന്നത്. നമുക്ക് അതിനോടും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ വാർത്ത വന്നപ്പോ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ പറഞ്ഞു. അപ്പൊ ഇതെന്തായാലും അങ്ങേര് ചെയ്യുന്നത് ഒരു ശരിയുള്ള നടപടിയല്ല. ഞാൻ പറഞ്ഞിപ്പോ ഏത് സഭ ഇതായിക്കോട്ടെ, ഏതിപ്പം എന്ത് ഇതാണെങ്കിലും അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനം. അവർക്ക് സ്കൂളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന അതിനെ ഇവര് ഇങ്ങനെ മുടക്കേണ്ട ഒരു ന്യായവും നോക്കിയിട്ട് കാണുന്നില്ല. അതൊക്കെ ചെയ്യുന്നത് ഒരു വൃത്തിയിട്ട പരിപാടി തന്നെയാണ്. എത്ര അത് ആരായാലും തെറ്റിയത് തെറ്റ് തന്നെയല്ലേ. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ തൃശ്ശൂർ രൂപത മെത്രാനാന്നുള്ളതാണ് ഇപ്പൊ വാർത്ത എന്നൊക്കെ കാണുന്ന ഒരു സംഭവം. അല്ലാണ്ട് ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യണം. ജനങ്ങൾക്ക് ഇവരെ ഒന്നിച്ച് പോകണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹക്കാരല്ലേ ജനങ്ങള്. ഇത് ജനങ്ങളെ വെറുതെ ഒരു വിദ്യാസാക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോ ജാതി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ തല്ലും വഴക്കുണ്ടാക്കിയിട്ട് ഇതുകൊണ്ട് ഇപ്പൊ ആർക്കാ ഗുണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ അവർക്ക് വല്ല സാമ്പത്തിക ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണോ അത് സ്വത്ത് മുതലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം തോന്നാണ്. ജനങ്ങൾക്ക് ഇതുപോലുള്ള ഈ ബഹളത്തോടൊക്കെ താല്പര്യമുണ്ടോ? ഒരു താല്പര്യമില്ല സുഹൃത്തെ, ഒരു താല്പര്യമില്ല. ജനങ്ങൾക്ക് സമാധാനമായിട്ട് പോർന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നല്ല ശതമാനം ആൾക്കാരും. അവർക്കൊന്നും ഈ സ്വത്തും മുതലെല്ലാം കണ്ടിട്ടാന്ന് തോന്നുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ ഇവര് വിരൽ പിടിച്ച് നടക്കണമെന്ന് എനിക്ക് സംശയം. ജനങ്ങൾക്കൊന്നും ഇതിനോട് ഒരു താല്പര്യമില്ല. ജനങ്ങൾക്ക് നല്ല പോലെ പോന്ന അല്ലെങ്കിൽ ഏതൊരു നേതൃത്വം പറഞ്ഞാൽ അത് അംഗീകരിച്ച് പോവാന്നുള്ള ഒരൊറ്റ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ തോന്നി പോലെ എല്ലാം തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞിട്ട് അത് അംഗീകരിക്കണമെന്ന് ഏത് ജനങ്ങൾക്കാ താല്പര്യമുള്ള? പിന്നെ ഇവരെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് അവരവരുടെ മുതലും കാര്യവും പുറത്തെടുക്കാനുള്ളൊരു നീക്കാണെന്നാണ് എനിക്ക്. ഈ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പൊ ഈ തലൂരിനെ പറ്റി എനിക്കറിയാം. ഞാൻ ഇത്ര അകലെയാന്നൊരു തലൂരിനെ പറ്റി എനിക്കറിയാം. തലൂർ നല്ല നിലയ്ക്ക് പോണ സ്കൂളും സ്ഥാപനം അവിടെ 2 പള്ളി ഉണ്ടാക്കിയില്ലേ, വലിയ ആവശ്യമുള്ള കാര്യം. ഇതൊക്കെ ഇങ്ങനെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് ഇതിപ്പോ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നാണ് എന്റെ 100% വിശ്വാസം. താലൂർ അവിടെ വേറെ പുതിയ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? എന്നിട്ട് ആ സ്കൂളിൽ നിന്ന് വിഭജിച്ച് കൊണ്ടുപോയിട്ട് സ്കൂളും സ്ഥാപനമായിട്ട് പോയത് ആ തലൂര് തിരിച്ചു കൊണ്ടുപോയി വേറെ പള്ളിയൊക്കെ ഉണ്ടാക്കി അവിടുന്ന് മാറ്റി. എന്നിട്ട് കുറെ സ്വത്ത് മൂലം അങ്ങോട്ട് കണ്ടുകിട്ടിയത് അങ്ങനെയാക്കി. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ സ്വത്തും മോലും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ മുന്നാക്കം നിന്ന് കുർബാന കണ്ടാലും പിന്നാക്കം നിന്ന് കുർബാന കണ്ടാലും ഒക്കെ എന്നല്ലേ. ഇപ്പൊ മുന്നാക്കം നിന്ന് കണ്ടു അല്ലെങ്കിൽ പിന്നാക്കം തിരിഞ്ഞു കണ്ടു, അതിലൊന്നും വിഷയമുള്ള കാര്യമല്ല. അതിൽ ജനങ്ങൾക്ക് ഇടവകൾക്ക് ജനങ്ങൾക്ക് യാതൊരു പരാതിയും. ഇതൊക്കെ പരാതിയുടെ പിന്നിൽ ഓരോരുത്തർ കളിക്കുന്നതാണ്. അല്ലാണ്ട് ജനങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല. ആർക്കാ താല്പര്യം? ജനങ്ങളെ 2 വിഭാഗമായിട്ട് തിരിച്ച് ഒരു കൂട്ടർ മുതൽ കാര്യം കാണാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരെന്താ ആലോചിച്ചിട്ടുണ്ട് അത് നടപ്പാക്കാൻ നോക്കണം. അല്ലാണ്ട് ഇതിനോടൊക്കെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നല്ല ശതമാനം ജനങ്ങൾക്കും ഈ വക കാര്യങ്ങളോട് ഒരു താല്പര്യവും. ചിന്തിച്ചൊക്കെ ജനങ്ങൾക്ക് പെങ്ങട് തിരിഞ്ഞ കുർബാന ഉണ്ടായാലും എന്താ വിഷയമുള്ള ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനൊക്കെ പള്ളിയാണ് എനിക്ക് മുമ്പാക്കം തിരിഞ്ഞാലും പിന്നാക്കം തിരിഞ്ഞാലും പിന്നെ നേതൃത്വം പറഞ്ഞാൽ അംഗീകരിക്കും. ഈ സ്വത്ത് മുതലും കുറേയൊക്കെ ഇതിന്റെ പിന്നിൽ വേറെ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാവണേ. അല്ലാണ്ട് ഇപ്പൊ കുർബാന മുമ്പാക്കം തിരിഞ്ഞു ജനങ്ങളെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിച്ച് കുറെ മറ്റുള്ളവരുടെ ഇടയിൽ പേര് ദോഷം കേൾക്കാം എന്നുള്ളതല്ലാണ്ട് ഇതുകൊണ്ട് എന്തപ്പം ഗുണമുള്ളത്?
ഇപ്പൊ ഈ എറണാകുളം അങ്കമാലി ഭാഗത്ത് എന്താ നടക്കുന്നത്? അതൊക്കെ ജനങ്ങളുടെ വിശ്വാസികൾ മടുത്തു തുടങ്ങി. വിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, വിശ്വാസികൾക്ക് വേണ്ടിയാണോ ഇത്? വിശ്വാസികൾക്ക് ദൈവം നല്ലതല്ല, ഈശോ നല്ല കാര്യങ്ങൾ ചെയ്യാനാ പഠിപ്പിച്ചത്. ഈ വക തർക്കവും സ്വത്തും മുതലിനും വേണ്ടി അല്ലല്ലോ പഠിപ്പിച്ചേക്കുന്നത്. ഇതിപ്പം അതിന് വിപരീതമായിട്ട് സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പാവണം, അല്ലെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാവണം. അതിന് ജനങ്ങളെ രണ്ടു വിഭാഗമായിട്ട് തിരിച്ച് അല്ലെങ്കിൽ അവരെ തമ്മിൽ തല്ലിച്ച് ഗവൺമെന്റ് ഇടപെടുത്തി ഉള്ള സമാധാനം കളയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടപെടലാണ് ഇവർ നടത്തുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും കലഹത്തിൻ്റെ, ഭിന്നിപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ദൂതന്മാരാകാതെ സമാധാനത്തിൻ്റെ, ഒരുമയുടെ ദൂതന്മാരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസികൾ തന്നെ മോനെ എന്ന് വിളിച്ച് നിങ്ങളെ തറയിൽ തൂക്കിയടിക്കും. ഒരു മയത്തിലൊക്കെ പോയാൽ ഇനി കുറേ കാലം കൂടി ഇങ്ങനെയൊക്കെ കൂതാശിച്ചു പോകാം. അതുപോലെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇവരെ വോട്ട് ബാങ്കാണെന്ന് കരുതി പറഞ്ഞു വല്ലാണ്ട് പ്രീണിപ്പിക്കാതെ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമാക്കുവാൻ ചർച്ചാക്ട് നടപ്പിലാക്കുക. ഇവരുടെ കള്ളപ്പണം കൊണ്ട് രാജ്യത്ത് സമാന്തര സർക്കാരും സമാന്തര സമ്പദ് വ്യവസ്ഥയും ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇവരുടെ കൈവശമുള്ള പരിധിയില്ലാത്ത പണവും ഇതുകൊണ്ട് നേടുന്ന പരിധിയില്ലാത്ത അധികാരവുമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. വന്ന് രാജ്യത്തിന് മാത്രമല്ല ഇവരുടെ ജനങ്ങൾക്ക് തന്നെ ഇവരെ കൊണ്ട് ഇന്ന് കിടക്കപ്പുറത്ത് ഇല്ലാതായിരിക്കുകയാണ്. ഇവർ തമ്മിലാണിന്ന് തമ്മിലടിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? സ്വത്തിനു വേണ്ടി. എത്രയെത്ര കൊലപാതകങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ഹവാല ഇടപാടുകൾ. രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളുടെയും കോടതികളുടെയും ഭൂരിഭാഗം സമയവും ഇന്ന് അപകരിക്കുന്നത് ഇവർ ഉണ്ടാക്കുന്ന കേസുകൾ കൊണ്ടാണ്. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ക്രൈസ്തവർ എന്നിവർ സ്വയം വിളിക്കുന്ന ഇവർ തമ്മിൽ തല്ലി തലകേറിച്ചാകാതിരിക്കുവാൻ സർക്കാർ ചർച്ചാക്ട് ഉടനെ നടപ്പിലാക്കുക. ദൈവത്തെ ചവിട്ടിക്കളഞ്ഞ് മാമോനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ മോന്മാരെ നിലയ്ക്ക് നിർത്തുവാൻ ശക്തമായ നിയമം ആവശ്യമാണ്. ദൈവത്തെ പോലും പേടിക്കാത്ത ഇവന്മാരെ പൂട്ടുവാൻ രാജ്യത്തെ ശക്തമായ നിയമം കൊണ്ടേ സാധിക്കൂ. ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യം പറയാം. ഞങ്ങളുടെ മതവികാരം കുത്തിപ്പൊട്ടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കുവാൻ ശ്രമിച്ച് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു നൈറ്റ് തൊഴിലാളി അത്യാവശ്യം ചെക്കിലി കൊടുത്ത് ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എൻ്റെ പേരിൽ 153 ഏതെന്നെ ഇട്ട് കലാപഭവനത്തിനൊരു കേസെടുത്ത് കൊടുക്കും. കൂടുതൽ പണം കൊടുത്താൽ എൻ്റെ വീടോ ഓഫീസോ കുത്തിപ്പൊളിച്ച് സാധനങ്ങളും എടുത്ത് അത് ലൈവായി അവർക്ക് കാണിച്ചു കൊടുക്കും. കോടതിയിൽ അത് നിൽക്കുമോ എന്നത് രണ്ടാമത്തെ വിഷയം. ഇങ്ങനെയുള്ള ഈ നാട്ടിലാണ് ഞാനിരുന്ന് ഇതൊക്കെ പറയുന്നത്. പക്ഷേ കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.